ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറേ നാളത്തിന് ശേഷം ഇന്നാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു തൻസിക്കാൻ്റെ കസിൻ്റെ. അപ്പോൾ നമുക്കതിന് പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയില്ലേ യൂട്യൂബിലൊക്കെ എന്തെങ്കിലും ഇട്ടിട്ട്. അപ്പം നമ്മൾ കയറി ചെന്ന പാട് ഇതേപോലെ കുറേ ടീ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് കുടിക്കാം. ഓൺ ദ സ്പോട്ടാണ് കുക്കിംഗ്. അപ്പം ഒരുപാട് ടീ ഉണ്ട്. ജിഞ്ചർ ടീ, ഗ്രീൻ ടീ, ഗ്രീൻ ആപ്പിൾ ടീ, പിന്നെ എന്തൊക്കെയോ റോസ് മാരി ടീ, ലെമൺ ടീ, മിൻറ്റ് ലീഫ് ടീ, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പൈനാപ്പിൾ ടീ, ബ്ലൂ ടീ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു ജിഞ്ചർ ടീ ഒന്ന് ട്രൈ ചെയ്തു. കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നതല്ല, നമുക്ക് കുറച്ച് ജ്യൂസാണ് കിട്ടുന്നത്. കുറേ ബ്യൂട്ടിഫുൾ കളറിൽ ഉള്ള കുറച്ച് ജ്യൂസ് കിട്ടി. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. ഇതിപ്പം ചോറ് തിന്ന് കഴിഞ്ഞിട്ട് വരുന്ന വരുത്താണ്. ആ വരുത്തിലാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഇതൊരു സൈഡ് എൻട്രൻസ് ആണ്, അതായത് ഡൈനിങ്ങിൽ നിന്ന് നേരെ പുറത്തേക്കൊരു ആക്സസ് ഉള്ള ഒരു വേ ആണിത്. അപ്പോൾ ഇവിടെ നിന്ന് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു പ്രയർ റൂമാണ്. ഇവിടെ ഒരു പ്രയർ റൂമുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്രയർ റൂം. ഇവിടെ നിന്ന് ലിവിങ്ങിലേക്ക് കാണുന്ന വിധത്തിലുള്ള ഒരു, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മിററിൻ്റെ ഒരു പാർട്ടീഷൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. മിററിൻ്റെ നമുക്ക് നോക്കുമ്പോൾ ലിവിങ് കാണാൻ പറ്റും. മെയിൻ എൻട്രൻസ് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ലിവിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ടി വി സ്റ്റാൻഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയ ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ്സും കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഫാമിലിയാണ് ഇരിക്കുന്നത്. അപ്പം എൻ്റെ മോളതിൻ്റെ കൂടെ കുറേ കുരുത്തക്കേടൊക്കെ കളിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതിനകത്ത് ഉഷാറായി നിന്നു. അത് എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്, ഇവർക്ക് എന്ത് തോന്നുന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വീട്ടുകാരിയുടെ സമ്മതപ്രകാരമാണ് വീഡിയോ എടുത്തത്. കുഴപ്പമില്ല, വീഡിയോ എടുത്തോ, നമുക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇത് വീട്ടുകാരിയാണ് കുടിക്കുന്നത്, അമ്മായിയാണ്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വാഷ് ബേസിനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ 2 ബെഡ്റൂമാണുള്ളത്. ഒന്ന് ഈ രണ്ടും ഒരേ സൈഡിലാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് 2 ബെഡ്റൂമും വരുന്നത്. പിന്നെ ഒരു കിച്ചണാണ്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചണാണ്. അപ്പോൾ കിച്ചണിൽ കൂടി അവരൊരു ഡൈനിങ് ഏരിയ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവരും ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണമെന്നില്ലല്ലോ, അധികം ആൾക്കാരും കിച്ചണിൽ തന്നെയായിരിക്കും ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക. അപ്പം അവർക്കും കൂടി കഴിക്കാനായിട്ട് ഒരു ചെറിയ രീതിയിൽ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള റൂമുകളൊക്കെ ഏകദേശം ഒരേ തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ, താഴെ 2ഉം മുകളിൽ 3 റൂമുണ്ട്. ഒരു റൂമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മുകളിലുള്ള 2 റൂമും താഴെയുള്ള 2 റൂമും ഏകദേശം സെയിം തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു മിററൊക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമിലും ബാത്ത് അറ്റാച്ച്ഡ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ നടുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കിച്ചണിലുള്ള ഒരു ഡൈനിങ് ഏരിയ. അത്യാവശ്യം വലിപ്പമുള്ള കിച്ചണൊക്കെ തന്നെയാണ്. പിന്നെ ഇവർക്കൊരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയ അടിപൊളിയാണ്, കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ്. അതുകൊണ്ട് കിച്ചണിൽ ഇവർക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. എല്ലാ വർക്കും വർക്ക് ഏരിയയിൽ തന്നെ ചെയ്യാവുന്നതാണ്. 2 ഭാഗത്തും ഗ്രിൽസും ഒക്കെ വെച്ച് സേഫ്റ്റിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയത് മുകളിലേട്ടാണ്. മുകളിൽ പറഞ്ഞല്ലോ 3 ബെഡ്റൂമാണ്, പിന്നെ ഒരു ബാൽക്കണിയാണ് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ചെടികളൊക്കെ സ്റ്റെയർകേസിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ പെങ്ങളാണ്, തൻസിക്കാൻ്റെ പെങ്ങളും അവളുടെ മരിയോളുമാണ് ഇത് ഉള്ളത്. കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ അവിടെ ഇവിടെയാക്കി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലെല്ലാം വന്ന് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പരിചയപ്പെടുത്താൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് നോക്കി പറയാം. പിള്ളേർ അവിടുന്ന് ഇവിടുന്നൊക്കെ കുരുത്തക്കെട്ട് കളിക്കുന്നുണ്ട്. അപ്പം മുകളിലൊരു വ്യൂ ആണ് താഴോട്ടേക്കുള്ളത്. ഇതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ നിന്നും ഒരു വ്യൂ ഉണ്ട്. ഇത് എൻ്റെ പെങ്ങളെ മോനാണ്, ഇങ്ങനെ ഒരാളായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ഇവിടുന്ന് ഡൈനിങ് ഏരിയയിലേക്കൊരു വ്യൂ ഉണ്ട്. പിന്നെ കുറേ നാൾ കൂടി ഒത്തുകിട്ടിയ ഒരു ഫങ്ഷൻ ആയതുകൊണ്ട് കുടുംബക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു. അജു പിന്നെ തിരക്ക് കൂട്ടിയോണ്ട് വേഗം ഇറങ്ങി. ഷാനുവും വേഗം ഇറങ്ങി, അവൾക്കും വേഗം പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവളും വേഗം ഇറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ അവിടെ തന്നെ ഞാനും ഇറങ്ങി. പിന്നെ ഇതാണൊരു റൂം, ഇതൊന്നും ചെയ്ത് വെച്ചിട്ടില്ല, ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അവർ പഴയ ഫർണിച്ചറൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെയുള്ളതൊരു ബാൽക്കണിയാണ്. നേരത്തെ നമ്മൾ കണ്ട ലിവിങ്ങിലേക്ക് ഇവിടുന്ന് ഒരു ആക്സസ് ഉണ്ട്. ഒരു ആക്സസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യൂ ഉണ്ട്. നമുക്കിപ്പം താഴെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതാണ് ഒരു വീടിൻ്റെ ബാൽക്കണി. ഒരു സൈഡിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു
ബാൽക്കണിയാണ്. അപ്പോൾ അവിടെയാണ് ഭക്ഷണം കഴിക്കുന്ന ഏരിയ. ബുഫേ ആയിരുന്നു ഇത്. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന കാറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഭക്ഷണം ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലോണം കഴിച്ചു. പിന്നെ ചിക്കൻ പൊരിച്ചതും ബിരിയാണി തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞത്. പിന്നെ സാധാരണ ചോറും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവിടെ കണ്ടു, ചോറ് അവിടെ കണ്ടു. പിന്നെ നമ്മൾ വേഗം കഴിച്ചിട്ട് അധികം നേരമൊന്നും ഇരുന്നിട്ടില്ല. കുറച്ച് സംസാരിച്ച് അവിടെ തന്നെ ഇറങ്ങി. കുറച്ച് നേരം കൂടി ഇരിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ വേറെയും പോകാനുള്ളത് കൊണ്ട് ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീടിൻ്റെ ഒരു ഫുൾ വ്യൂ എൻ്റെ ആ വീഡിയോ ഒന്നും കിട്ടിയെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ഫുൾ വീഡിയോ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. കാണാം. കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.